നെഹ്റു കുടുംബത്തിൽ ഇനി പ്രധാനമന്ത്രിയാകാൻ പറ്റിയ ആളൊന്നുമില്ല. നെഹ്റു കുടുംബത്തിൽ നിന്ന് ഉണ്ടാവുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ജനാധിപത്യത്തിന്റെ സംരക്ഷകനായിട്ടുള്ള രാഹുൽ ഗാന്ധി ജയിക്കണം, പ്രധാനമന്ത്രിയാകണം. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ യോഗ്യതയുള്ള ആൾ ഇന്ന് ഇന്ത്യയിലുണ്ടെന്ന് പറയാൻ അതും നമ്മുടെ മോദി പറയും. നെഹ്റു കുടുംബത്തിന് അല്ലാതെ വേറെ ആരെങ്കിലും വന്നാ ഓക്കെ. ഏവർക്കും കൃത്യമായ നമസ്കാരം. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എന്നീ 3 ഇന്ത്യൻ പ്രധാനമന്ത്രിമാർക്ക് ശേഷം നെഹ്റു കുടുംബത്തിൽ നിന്നും ഇനിയൊരു പ്രധാനമന്ത്രി ഉണ്ടാകുമോ? ചോദിക്കുന്നു ജനങ്ങളോട്. നേരത്തെ ജവഹർലാൽ നെഹ്റു, രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി എന്നീ 3 പേര് നെഹ്റു കുടുംബത്തിൽ നിന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരാള് നെഹ്റു കുടുംബത്തിൽ നിന്നും പ്രധാനമന്ത്രി ആകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അതാരെയാണ്? മിക്കവാറും രാഹുൽ ഗാന്ധി. ഈ വരുന്ന ഇലക്ഷൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമെന്നാണ്. ഈ വരുന്ന ഇലക്ഷൻ നമ്മൾ പറയാം, രാഹുൽ ഗാന്ധി എന്തായാലും പ്രധാനമന്ത്രിയായിട്ട് വരുമെന്നുള്ള എൻ്റെ ഒരു വിശ്വാസം. ഈ ഇലക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ഷൻ ഉണ്ടാവുമെന്ന്. അതെ. ഈ ഇലക്ഷൻ തന്നെ പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം മോദി ഗവൺമെന്റ് വരുന്ന വിശ്വാസം ഉണ്ടായതുകൊണ്ടാണോ? അല്ല, ഇതിനകത്ത് വേറെ ചില അടിയൊഴുക്കുകളൊക്കെ ഉണ്ട്. അന്നേരം പിന്നെ അറിയാൻ ഒക്കത്തില്ല, നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ നിഗമനമാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഇപ്രാവശ്യം പ്രധാനമന്ത്രി ആവൂല. ഇനി ഒരു പ്രധാനമന്ത്രി നെഹ്റു കുടുംബത്തിൽ നിന്നും വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷ ഉണ്ട്. ആരെയാണ് പ്രതീക്ഷ? ഇപ്പോൾ രാഹുൽ പ്രിയങ്ക ഗാന്ധിയെ പ്രതീക്ഷിക്കുന്നു. രാഹുൽ ഗാന്ധി അവർ നിൽക്കുന്നില്ലല്ലോ, പിന്നെ നിന്നാൽ അവരാ ഏറ്റവും നല്ലത്. അത് പ്രതീക്ഷിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും നല്ലത് പ്രിയങ്കയാണ്. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ യോഗ്യതയുള്ള ആൾ ഇന്ന് ഇന്ത്യയിലുണ്ടെന്ന് പറയാൻ അതും നമ്മുടെ മോദി പറയും. അത് വേറൊരു ഘടകം. പക്ഷെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് മോദി തന്നെ, ഇന്ത്യൻ പ്രധാനമന്ത്രി. ഈ വരുന്ന ഇലക്ഷൻ അദ്ദേഹം തന്നെ പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ഏതാ നെഹ്റു കുടുംബത്തിൽ നിന്ന് വരാൻ ഒക്കെങ്കിൽ അത് പ്രിയങ്ക നല്ലത്. അതെ, ഇന്ത്യയിലെ പ്രധാനമന്ത്രി മോദിയല്ല. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പേര് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ആ SS നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് മോദിയാണ്. ഞാനിപ്പോൾ ഏത് ഇതായാലും ഞാൻ പാർട്ടി നോക്കുന്ന ആളല്ല, അവളെ വ്യക്തിയെ നോക്കുന്ന ആളാണ്. അതുകൊണ്ട് പറയും നെഹ്റു കുടുംബത്തിൽ ഇനി പ്രധാനമന്ത്രിയാകാൻ പറ്റിയ ആളൊന്നുമില്ല. ഇനി BJP അല്ലെങ്കിൽ വേറൊരു പ്രധാനമന്ത്രിയാണ് വരേണ്ടത്. മറ്റ് ഇന്ത്യ മുന്നണിയിൽ നിന്നൊക്കെ കൊള്ളാവുന്ന ആളുകൾ വേറെ ഉണ്ട്. കാരണം ഇവർക്ക് ഇനി നെഹ്റു കുടുംബത്തിന് അങ്ങനെ ഒരു ലീഡർഷിപ്പ് കൊടുക്കാൻ പറ്റുന്ന ഇപ്പോൾ രാഹുൽ ഗാന്ധി ആണെങ്കിലും കേപ്പബിൾ അല്ല. ഇനി ഈ വരുന്ന ഇലക്ഷനിൽ ആരായിരിക്കും ഒരു പ്രധാനമന്ത്രി സാധ്യത കൂടുതലുള്ളത്? ഇന്ത്യ മുന്നണിക്ക് തന്നെ ആയിരിക്കും, BJP ആയിരിക്കും? ഇന്ത്യ മുന്നണിക്കാണ് സാധ്യത. കാരണം BJP ഇപ്പം അടിവേറി നിൽക്കുകയാണല്ലോ. ഈ വർഗീയ പരാമർശങ്ങളെല്ലാം നടത്തിയപ്പോഴത്തേക്ക് ജനങ്ങളാകെ തിരിഞ്ഞു. അതുകൊണ്ടൊന്നും ഇനി മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നെഹ്റു കുടുംബത്തിൽ നിന്ന് ഉണ്ടാവുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ആരെയാണ് വരാൻ സാധ്യത? അത് രാഹുൽ ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധി ആയിരിക്കില്ല. പ്രിയഗാന്ധി ഇതുകൊണ്ട് വരുന്നില്ല, രാഹുലിന് ആ ചാൻസ് കൊടുത്തിട്ടേ വരുത്തോളൂ വരുവാണെങ്കിലും. ഈ ഇലക്ഷനിൽ പൂർണ്ണമായിട്ട് ഉണ്ടാവാൻ സാധ്യത ഈ ഇലക്ഷനിൽ പൂർണ്ണമായിട്ട് അത് സംഭവിക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് കേട്ടോ. അദ്ദേഹത്തെ ഒന്ന് ചെറുപ്പക്കാരൊക്കെ ഒന്ന് തിരിച്ചറിയേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളൊരു എന്താ പറയുന്ന ഒരു പാർട്ടിയുടെ ആളല്ല. നമ്മുടെ രാജ്യം ഡെവലപ്മെൻ്റ് ആവണം, നമ്മുടെ രാജ്യം നന്നാവണം. നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ തകർന്നു പോകില്ലേ, യൂത്ത് മുഴുവൻ പോവുകയില്ലേ, ആണും പെണ്ണും ഒരുപോലെ പോവുക. ഇതിനു വേണ്ടി ആര് കൈ ഉയർത്തുന്നു? പക്ഷേ രാഹുൽ ഗാന്ധി അത് കറക്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ചാൻസ് ഒന്ന് കൊടു, നമുക്ക് നോക്കാം. കാരണം 10 വർഷം ഒരാളിരുന്നല്ലേ, ഒരു 5 വർഷം കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ ജനം ഇത് തിരിച്ചറിയുന്നല്ലേ. ഇത്രയും എനിക്ക് പറയാനുള്ളത്. രാഹുൽ ഗാന്ധി നല്ലൊരു എന്താ പറയുക, എല്ലാവർക്കും ഉണ്ട്. കാരണം മതഭേദ വ്യത്യാസമില്ലാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരും സന്തോഷമായിട്ട് പോകണം, അതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇനിയൊരു പ്രധാനമന്ത്രി നെഹ്റു കുടുംബത്തിൽ നിന്ന് വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ കരുതുന്നത്? ചിലർ പറയുന്നത് രാഹുൽ ഗാന്ധി വരുമെന്ന് പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി വരാനുള്ള യാതൊരു ചാൻസും ഞാൻ കാണുന്നില്ല. മറ്റൊന്നുമല്ല, നെഹ്റു കുടുംബത്തിൽ നിന്ന് വന്നതിൻ്റെ വെച്ച് നമ്മൾ ജനങ്ങൾ അനുഭവിച്ച ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളും കൊണ്ട് നെഹ്റു കുടുംബത്തിൽ നിന്ന് വരുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ ഒരു ആൾ വേണം. രാഹുൽ വന്നാൽ ഏറ്റവും നല്ല കാര്യം. കാര്യം അറിയാം, ഇതുപോലത്തെ അഴിമതികളൊന്നും നടക്കില്ല.
കാര്യം അവർ സത്യസന്ധമായിട്ട് പോകുന്ന പാർട്ടികളാണ്. ഉം. അതുകൊണ്ടാണ് കുടുംബത്തിൽ 3 പേര് വന്നത്. ഉം. ഇത് നാക്കെടുത്ത കള്ളത്തിന് പറയുന്നു. അപ്പം എന്തെല്ലാം കള്ളത്തിനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവർ വന്ന ക്ഷേത്രം പൊളിക്കും, ഉം. അത് പൊളിക്കും, മുസ്ലിങ്ങൾക്ക് വാരി കൊടുക്കും. മുസ്ലിങ്ങൾ ഇവിടെ ജനിച്ചവരല്ലേ, അവർക്കൂടെ ജീവിക്കണ്ടേ. അപ്പം അതുകൊണ്ട് രാഹുൽ വരണം എന്നുള്ളതാണ് ഇവിടെ താല്പര്യം. ഇനി ഒരു പ്രധാനമന്ത്രി അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതാരെയാണ് പ്രതീക്ഷിക്കുന്നത്? രാഹുൽ ഗാന്ധി. ഈ ഇലക്ഷനിൽ അദ്ദേഹം പ്രധാനമന്ത്രി ആവുമെന്ന് തന്നെയാണോ വിശ്വാസം? തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയെ ഉയർത്തി കാണിക്കുന്നില്ല എന്ന് തോന്നുന്നു? പ്രിയങ്ക ഗാന്ധി അല്ല, ആരായാലും മതി. രാഹുൽ ഗാന്ധി ആയാലും ശരി, പ്രിയങ്ക ഗാന്ധി ആയാലും ശരി. നമ്മുടെയൊക്കെ ഒരുപാട് രക്തസാക്ഷികൾ ആ കുടുംബത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. നമ്മൾ പഴയ ചരിത്രം ഒരിക്കലും മറന്നു പോകരുത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിരുന്ന ഇന്ത്യയെ നാളിതുവരെ ഒരു വലിയ രാജ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഈ കാണുന്ന ഒരു ഇന്ത്യ ഇന്ന് കെട്ടിപ്പടുത്താൻ ഇടയായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഇന്ത്യ മുന്നണി അത് ഏറ്റു വരുന്നതാണ് എൻ്റെ ആഗ്രഹം. പാടാണെന്നാണ് ഒരു പ്രതീക്ഷയില്ല. വരണമല്ലോ. ആണോ? അതാരെയാ വിശ്വസിക്കുന്നത്? രാജീവ് ഗാന്ധി തന്നെ വരണമെന്നാണ്. രാജീവ് ഗാന്ധി മരിച്ചു പോയത്. രാഹുൽ ഗാന്ധി. நம்ம முன்னாடி ஒரு நெஹ்ரு ஃபேமிலி இருந்த 3 பிரதானமந்திரிமார் இருந்தாங்க அரசியல். ஜவஹர்லால் நேரு இருந்தார், இந்திரா காந்தி இருந்தார், ராஜீவ் காந்தி இருந்தார். அப்படியே புதுசான ஒரு ஆளு அந்த ஃபேமிலின்னு வரும்னு நினைக்கிறான். நிச்சயமா நினைக்கிறேன். வாட் இஸ் த ரீசன்னா, சிம்பிள் திங், ரைட் ஃப்ரம் ஃப்ரீடம் the Nehru family is there with along with Gandhiji and all the Congress leaders. Right from the beginning of when the independence war has been started, the Congress has been constituted. I'm not a Congress person. I'm a general person. So they have fighted for the Indian people and for the nation. From that only everything has been developed. Right from, you have to think from the beginning of our started. Now we are living in the democratic time. This is the period where we all are living equally. I just asking you only the name, not about your community, your religion or anything. Just I'm asking, this happen as came only through the Congress. Because they ruled us. They have ruled us for many years. Even I'm saying about the state government also. You see, even in the Kerala, I am from Tamil Nadu. Even in Tamil Nadu, But we there all is no have Congress, right? there is also Congress, but now the state government, everything has been formed. The state persons have formed a unity, a party. That party is initiating all the state personalities. That's what I'm asking. Even all the states now want that a person in the upper to be as a Congress person, not the now the ruling person. What is the reason? They are not giving the preference to all the South Indians. That is the only reason. I can say it because I can say you that openly. I'm an advocate. Okay, I'm an advocate. I am an advocate in Chennai. Okay. Right from I have traveled all over the India. I have seen, even last week I went to a state. I don't want to mention the state. There, the persons are doing their own, their origin work only. Not they are not going for school or anything. But here, compulsory they are going at least for up to the college, a degree, or they are making a study. So this should go beyond in future. Means I feel the Congress should come. Yes, that is the only reason. I am speaking not about for the politics or anything. I'm speaking only for our survival. We are surviving. We are all are having at least 1 or 2 bank accounts, 2 credit cards. We are having all the EMIs and we are paying everything. What's the reason? Means it has been furnished by that personalities. Now it is has been going back. They are telling us to go for your family work. I will give you a credit. That should be not come, I feel. This is my only point. നെഹ്റു കുടുംബത്തിൽ നിന്നും ഇനി ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അങ്ങനെയെങ്കിൽ അത് ആരെയാണ് പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയെങ്കിൽ അത് ആരെയാണ് പ്രതീക്ഷിക്കുന്നത്? കുടുംബത്തിൽ പ്രതീക്ഷിക്കാൻ രാഹുൽ ഗാന്ധിയോ മനോഹരഗാന്ധിയോ ആരെങ്കിലും ഇന്ത്യ മുന്നണിയിൽ നിന്ന് ആരും വരുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതവരെ തീരുമാനമില്ല. അപ്പൊ ഇന്ത്യ മുന്നണിയല്ലേ. അപ്പൊ നെഹ്റു കുടുംബത്തിൽ നിന്നുണ്ടെങ്കിൽ പിള്ളേരെങ്കിലും പ്രതീക്ഷയുണ്ട്. ഒരു പ്രതീക്ഷയുണ്ട്. വിശ്വാസം ഇല്ലാതില്ല. ആണോ? അത് ആരെയാണ് പ്രതീക്ഷിക്കുന്നത്? പ്രതീക്ഷ ഇപ്പം 2-3 വരെ നമുക്ക് വെക്കാം. അതില് വരുന്ന രാഹുൽ ഗാന്ധി വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. അല്ലെങ്കിൽ ആരെ 2-3 പേര് വേണ്ടത്? അല്ല, ബാക്കിയുള്ളവരവിടെ നിൽക്കട്ടെ. നെഹ്റു കുടുംബത്തിൽ നിന്നും രാഹുൽ ഗാന്ധിയെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രധാനമന്ത്രിയാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഒരു 85%. അതിനപ്പുറത്തോട്ട് നമുക്ക് കണക്കൂട്ടാകുന്നത്. വിശ്വസിക്കുന്നു. അമ്മയുടെ വിശ്വാസം അങ്ങനെ തന്നെയാണ്. നെഹ്റു കുടുംബത്തിൽ നിന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് വിശ്വസിക്കുന്നു. അതാണ് അമ്മയുടെ ആഗ്രഹം. പ്രതീക്ഷിക്കുന്നു. അത് ആരെയാണ്? രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി തന്നെ.
അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയായി വരുമെന്ന് വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. കുടുംബത്തിൽ നിന്ന് 3 പ്രധാനമന്ത്രിമാരെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ രാജീവ് ഗാന്ധി ആയാലും ഇന്ദിരാഗാന്ധി ആയാലും ജവഹർലാൽ നെഹ്റു. ഇനി ഒരു പ്രധാനമന്ത്രിയെ കുടുംബത്തിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. ആരെയാണ്? എന്നാലേ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയാണ്. അത് എല്ലാ ഇലക്ഷനിലും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഇലക്ഷനിൽ കൂടുതലായിട്ട് പ്രതീക്ഷയുണ്ടോ അദ്ദേഹം ആകും? പ്രതീക്ഷയുണ്ട്. രാജ്യത്തിന്റെ പോക്ക് ശരിയായ രീതിയിലല്ല, അത് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തീർത്തും ജനാധിപത്യത്തിന്റെ സംരക്ഷകനായിട്ടുള്ള രാഹുൽ ഗാന്ധി ജയിക്കണം, പ്രധാനമന്ത്രിയാകണം എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം ആൾക്കാരുടെയും താല്പര്യം. എന്തുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ പ്രിയങ്ക ഗാന്ധി ഉയർത്തി കാണിക്കാത്തത്? അത് കോൺഗ്രസിന്റെ ഒരു തത്വമായിരിക്കാം. പ്രിയങ്ക ഗാന്ധിക്ക് സ്വാഭാവികമായിട്ടും അത്ര താല്പര്യമില്ലെന്ന് തോന്നുന്നു രാഷ്ട്രീയത്തിലേക്ക്. കൊണ്ടുവന്ന രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ നെഹ്റു കുടുംബത്തിൽ നിന്ന് 3 പ്രധാനമന്ത്രിമാർ നേരത്തെ ഉണ്ടായിരുന്നു. ഇനി ഒരു പ്രധാനമന്ത്രി അങ്ങനെ നെഹ്റു കുടുംബത്തിൽ നിന്ന് വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വസിക്കാത്തത്? വിശ്വസിക്കുന്നു പറഞ്ഞാൽ പല പല കാര്യത്തിനത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നെഹ്റു കുടുംബത്തിൽ ആരും പ്രധാനമന്ത്രി ആവാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധി ആവുന്നില്ലല്ലോ പറയുന്നത്. രാഹുൽ ഗാന്ധിന്റെ ഒരു കാര്യം പറഞ്ഞാൽ മിക്കവാറും നടക്കാൻ ഒരു ചാൻസ് വരുന്നുണ്ട്. അപ്പൊ ആവുന്നായില്ലേ? അപ്പൊ ആ കുടുംബത്തിൽ നിന്ന് ആവുമല്ലോ. ആവുമെന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നടക്കും. അല്ല, ചേട്ടൻ നേരത്തെ പറഞ്ഞ ആരും ആവത്തില്ലെന്ന്. ഒരു രാഷ്ട്രത്തിൽ പറഞ്ഞാൽ പല രാഷ്ട്രീയമുണ്ട് ഇവിടെ. കോൺഗ്രസ് ഉണ്ട്, പിന്നെ കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, BJP ഉണ്ട്. ചേട്ടൻ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് വിശ്വസിക്കുന്നത്? ഞാൻ ഒരു പാർട്ടിക്ക് വിശ്വസിക്കും. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചില്ല, മത്സരിക്കാൻ പോകുന്നതില്ല. സ്വതന്ത്രനാണ്, പക്ഷേ രാഷ്ട്രീയം. ചിലപ്പോ രാഹുൽ ഗാന്ധി വരാൻ സാധ്യതയുണ്ട്. അത് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യത്ത് പറഞ്ഞാൽ മോഡി സർക്കാർ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പല പല കാര്യത്തിനും മോഡി സർക്കാർ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ കോൺഗ്രസ് വന്നാലും ശരി തന്നെ എന്തു സഹായിക്കുന്നു, ഏത് സഹായിക്കുന്നു നമുക്ക് ജനങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. മോദി ഗവൺമെന്റ് വരാൻ തന്നെ സാധ്യത മിക്കവാറും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഈ ജനങ്ങളെ കയ്യിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ് കംപ്ലീറ്റ്. മനസ്സിലായി. ജനങ്ങളെ ഏത് തീരുമാനിക്കുന്നു അതാണ് ചേട്ടന്റെ ആഗ്രഹം. ചേട്ടൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മിക്കവാറും കോൺഗ്രസ് വരാനുള്ള ചാൻസേ ഉള്ളൂ. നമ്മുടെ ഈ നെഹ്റു കുടുംബത്തിൽ നിന്ന് 3 പ്രധാനമന്ത്രിമാർ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ഇനി ഒരു പ്രധാനമന്ത്രി അങ്ങനെ വരുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? വിശ്വാസമുണ്ടോ? കണ്ടീഷനിലൊന്നും പറയാൻ വെക്കാത്തൊരു കണ്ടീഷനാണ്. വരാൻ സാധ്യത കുറവാണ്. ഒന്നും തീർത്ത അഭിപ്രായങ്ങൾ പറയാൻ ഒക്കത്തില്ല. മോദി ഗവൺമെന്റ് തന്നെ ആവുമെന്നാണോ ഞാൻ? മോഡി വരുമെന്നുള്ള ഇവിടെ മറ്റൊരു വരണമെന്നുള്ള ആഗ്രഹം. എന്തായാലും പറയാൻ ഒക്കത്തില്ല അവിടുത്തെ കാര്യങ്ങൾ. ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് വിശ്വാസമില്ല. മോദി ഗവൺമെന്റ് തന്നെ വരുവാനാണ് വിശ്വാസം. അതിനെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ അവർക്ക് യൂണിറ്റി ഇല്ല. കോൺഗ്രസിന് യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. അവരെ യൂണിറ്റി കുറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഈ കേരള ഇന്ത്യ മഹാരാജ്യത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നെഹ്റു കുടുംബത്തിൽ നിന്ന് ഇനി ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല ചേട്ടാ, ഒരിക്കലും ഇല്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അവര് നല്ലതല്ല. അതുകൊണ്ടാണ്. നല്ല വേറെ ഒന്നുകൊണ്ടൊന്നും അല്ല. സാധ്യതയില്ല. ഒരിക്കലും ഇല്ല, സാധ്യതയില്ല. മോദി ഗവൺമെന്റ് തന്നെയാണ്. നെഹ്റു കുടുംബത്തിന് അല്ലാതെ വേറെ ആരെങ്കിലും വന്നാ ഓക്കെ. നെഹ്റു കുടുംബത്തിൽ നിന്ന് മാത്രം ഒരാളായിട്ട് വന്നിട്ട് ഇനി കാര്യമില്ല. വേറെ ആരെങ്കിലും നല്ല കഴിവുള്ള നമ്മുടെ ശശി അങ്ങനെയൊക്കെയുള്ള കക്ഷികളൊക്കെ വന്ന രക്ഷപ്പെടും. അല്ലാതെ അവരെ ഫാമിലിയായിട്ട് ഇനി ഒരിക്കലും വരാൻ സാധ്യത കുറവാണ്. കുടുംബമല്ല മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, കഴിവുള്ള വ്യക്തികൾ. അപ്പം ചിലപ്പം കുടുംബത്തിലാവാം, പുറത്തുനിന്നാവാം, എന്തെങ്കിലും ആവാം. അല്ല, അതിൽ നിന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നെഹ്റു കുടുംബത്തിൽ അങ്ങനെയെങ്കിൽ ആരെയാണ്? രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹം പറയുന്നത്? എന്തുകൊണ്ടാണ് ആ കുടുംബത്തിൽ നിന്ന് തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്നത്? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആഗ്രഹിക്കുന്നത് ആരെയാണ്? പറയാൻ പറ്റത്തില്ല, അവർ തീരുമാനിക്കട്ടെ. ആണോ? നെഹ്റു കുടുംബത്തിൽ എന്ന് പറയുമ്പം രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അവരുടെ പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. ആഗ്രഹിക്കുന്നുണ്ട്. സംശയമാണ്. എന്തുകൊണ്ടാണ്? ഇപ്പോഴത്തെ രാഷ്ട്രീയ പരിസ്ഥിതി വെച്ച് പറയുമ്പോൾ അങ്ങനെ മോദി ഗവൺമെന്റ് തന്നെയാണ് സാധ്യത. അതുകൊണ്ടാണ്. ഗവൺമെന്റ് അല്ല, ആ കുടുംബത്തിൽ നിന്ന് വരാൻ സാധ്യത കുറവാണ്. ആണോ? ഇന്ത്യ മുന്നണി ആയതുകൊണ്ടാണോ? ഏത് മുന്നണി? നെഹ്റു കുടുംബത്തിൽ നിന്ന് വരാൻ സാധ്യത കുറവാണ്. സാധ്യത പറയാൻ സാധിക്കും. അങ്ങനെ ആരെങ്കിലും വരാൻ സാധ്യത ഉണ്ടോ? അങ്ങനെ സാധ്യത എന്ന് പറഞ്ഞാൽ ഈ ലോകം അങ്ങനത്തെ ലോകമായിപ്പോയി. അത് വെച്ചാൽ ഇവിടെ ഈ ലോകം എന്ന് പറയുന്നത് ചില്ലറ ലോകമല്ല. അത്രയും അനുഭവം പിടിച്ച ആൾക്കാരാണ് കിടക്കുന്നത്. അവർക്ക് നോക്കിപ്പാത്ത് ചെയ്യാൻ അറിഞ്ഞൂടാ.
ആർക്ക് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ അതിന് വിവരം വേണം. അങ്ങനത്തെ ഇല്ലാത്തമാണ് ഇവിടെ കിടക്കുന്നമാര്. അതുകൊണ്ട് നമുക്ക് പറയാൻ ഒക്കത്തില്ല എന്താണ് നടക്കുന്നതെന്ന്. ചേട്ടന്റെ ഒരു ആഗ്രഹം എന്തായിരുന്നു? എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വരണം, രാഹുൽ ഗാന്ധി. അയാൾ വന്നാലേ ഇതെല്ലാം നടക്കുള്ളൂ. മറ്റെല്ലാം വെട്ടിപ്പും തട്ടിപ്പുമായിട്ട് നടക്കുന്നു. ലോകം മുഴുവൻ രക്ഷപ്പെടണമെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഇതിങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ മോദി വന്നു, മോദി ഉണ്ടാക്കി ആരുടെ പൈസയില്ല, നമ്മളെ പൈസയിലാണ് ഉണ്ടാക്കി, ജനങ്ങളെ പൈസയിൽ. അല്ല മോദിയുടെ കയ്യിൽ നിന്നാണ് എടുത്തിട്ടല്ല ഉണ്ടാക്കിയത്, ഇല്ല. അതുകൊണ്ട് ഇത് വരണം എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ വരണം. വന്നാൽ രക്ഷപ്പെടണം. ഓക്കെ, അവരിത്രയും കാലം ഭരിച്ചില്ലേ 10 വർഷം, ഇനി മറ്റവരും ഭരിക്കട്ടെ 5 വർഷം. കഴിഞ്ഞ 10 വർഷത്തെ ഒരു മോഡിയുടെ പൊള്ളയ വാഗ്ദാനങ്ങളാണ് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. അപ്പം അതിനെതിരെ ഇന്ത്യ മുന്നണി എന്ന വലിയൊരു സഖ്യം തീർച്ചയായിട്ടും അധികാരത്തിൽ വരുന്നതിന് സൂചനയാണ് കാണുന്നത്. കാരണം ഏകദേശം ഇന്നലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞേക്കുന്നത് 300ഓളം സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്നാണ്. ഇന്ത്യ മുന്നണി അങ്ങനെ വരുവാണെങ്കിൽ ആരെയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി എല്ലാവരാണ്. കാരണം ബാക്കിയുള്ളതൊക്കെ ഓരോ സംസ്ഥാനത്ത് മാത്രം ഉള്ള പാർട്ടിയാണ്. ഇപ്പം തന്നെ മമതാ ബാനർജി ബംഗാളിൽ, അഖിലേഷ് യാദവ് UP-യിൽ. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യ മൊത്തം നടന്ന് ഓരോ ജനങ്ങളെ നേരിട്ട് കാണുകയാണ്. കാരണം 3570 കിലോമീറ്റർ 151 ദിവസം ഈ രാജ്യത്തോട് നടന്നു പോയതാണ്. കാരണം ചരിത്ര ഇന്ത്യയിൽ അങ്ങനെ ആരും ഒരു യാത്ര നടന്നിട്ടില്ല. കാരണം രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേൾക്കുന്നില്ല. അതിന് ജനങ്ങളെ അറിയാൻ വേണ്ടി, ജനങ്ങളെ കേൾക്കാൻ വേണ്ടി ആ മനുഷ്യൻ നടക്കുകയായിരുന്നു. അപ്പം തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി അല്ല വേറെ പേര് സജഷൻ ഇല്ല. അതാണ് അതിന്റെ ഇതിവൃത്തവും. തീർച്ചയായിട്ടും പിന്നെ അടുത്ത 2024 അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ്, അല്ലാതെ മോദിയുടെ ഒരു പണി നടക്കത്തില്ല. മോദി ഇത്തവണ 2024 ഔട്ടാ, ഇത് സംശയമില്ല. രാഹുൽ ഗാന്ധി തന്നെ. സാധാരണക്കാരനെ കൊരനാളി വിട്ടുന്ന വേണം, അല്ലെ ഒരു രീതിയിലും ജീവിക്കാനൊക്കത്തില്ല. അതുമാതിരി കോൺഗ്രസിന്റെ ഭരണം ഇവിടെ വരണം. പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നത് എന്താ രാജ്യം സോണിയാഗാന്ധിയുടെ മോൻ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാൾ വരണം. നെഹ്റു കുടുംബത്തിലുള്ള പ്രധാനമന്ത്രി കാണുന്നത് എന്താ അങ്ങനെ പറയാൻ കാര്യം? ഇത്ര മെച്ചൂർ ആയല്ലേ പ്രധാനമന്ത്രിക്കുള്ള ഒരു രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത്. ഇല്ല, നെഹ്റു കുടുംബത്തിൽ വരാൻ സാധ്യത. ഇപ്പോഴും ഒരു കളിപ്പുള്ള പോലെ അടക്കി അപ്പൊ അടുത്ത പ്രധാനമന്ത്രി ആരാകുമെന്ന് തന്നെയാണ് ഇങ്ങോട്ടേക്ക് അറിയുമ്പോൾ വണ്ടി തന്നെ ആയിരിക്കും. അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അല്ല, ഇത് പുള്ളിയുടെ ആ വരുന്ന രീതി അങ്ങനെ ആവാൻ വരച്ചു വരുന്നതിൻ്റെ രീതി, പിന്നെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള പേഴ്സണാലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കുറ്റം പറയാനൊന്നും ഇല്ല ഇതുവരെ. ഇനിയൊരു പ്രധാനമന്ത്രി നെഹ്റു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ചെല്ലു പറയുന്നത് രാഹുൽ ഗാന്ധി ആവും. കോൺഗ്രസ് പാർട്ടി എല്ലാം നാമാശേഷമായിക്കൊണ്ടിരിക്കുന്നു. വടക്കേന്ത്യയിലൊക്കെ ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാവില്ല ഒരിക്കലും. അതുകൊണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഹുൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഈ വരുന്ന ഇലക്ഷൻ അദ്ദേഹത്തിനാണ് സാധ്യത കൂടുതലാ. മോദി ഗവൺമെന്റ് മാറി. എന്തുകൊണ്ടാണ് അങ്ങനെ കരുതുന്നത്? അല്ല പുള്ളി ഒരുപാട് നാളുകൊണ്ടൊന്ന് കഷ്ടപ്പെട്ട് ഞാൻ ഇതൊക്കെ നടക്കില്ലേ. അതെല്ലാവരുടെ ആഗ്രഹം. ഓക്കെ, നമ്മുടെ നേരത്തെ ആണെങ്കിൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് 3 പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നല്ലോ ഇന്ത്യയിൽ. ജവഹർലാൽ നെഹ്റു ആയാലും ഇന്ദിരാഗാന്ധി ആയാലും രാജീവ് ഗാന്ധി ആയാലും. ഇനി അങ്ങനെ ആ കുടുംബത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ആരെങ്കിലും ആകുമെന്ന് ആകത്തില്ല, ഒരിക്കലും ആകത്തില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് അങ്ങനെ ആയിപ്പോയി, രാഷ്ട്രീയം അങ്ങനെ ആയിപ്പോയി. അപ്പൊ ഇനി ആരായിരിക്കും വീണ്ടും പ്രധാനമന്ത്രി ആകുന്നത്? ഇതിപ്പോ ഉള്ളത് എന്നെ മോദി എന്നെ അടുത്തത് മാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് അങ്ങനത്തെ സാഹചര്യവും പിന്നെ അവരുടെ ഈ ക്യാൻവാസിങ് എല്ലാം അവർക്ക് മോദി ഗവൺമെന്റ് നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരും ഉണ്ടാകും. തീർച്ചയായും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമെന്നാണ് എല്ലാവരുടെ ആഗ്രഹവും, ആകാനാണ് എല്ലാവർക്കും ആഗ്രഹം. ഈ വരുന്ന ഇലക്ഷനിൽ അദ്ദേഹം പ്രധാനമന്ത്രി ആകുമെന്ന് തന്നെയാണ്. തീർച്ചയായും ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബാക്കിയൊക്കെ ജനങ്ങളുടെ കയ്യിലല്ലേ. തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഇന്ത്യ മുന്നണി വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധി ആകാനാണ്. 100% രാഹുൽ ഗാന്ധി ആകാൻ, 99% രാഹുൽ ഗാന്ധി ആകാനും സാധിക്കും. രാഹുൽ ഗാന്ധി തന്നെ തീർച്ചയായിട്ടും. ഒരിക്കലുമില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കുടുംബ രാഷ്ട്രീയം അങ്ങനെ ഇനിയുള്ള ഒരു തലമുറ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണ് കാരണം. അതുകൊണ്ട് ഇപ്പൊ ഇനി കേന്ദ്രത്തിൽ ആര് വരുമെന്നാണ് വിശ്വസിക്കുന്നത്? കേന്ദ്രത്തിൽ വരുന്നത് ജനങ്ങളുടെ ഹിതമനുസരിച്ച് തന്നെയായിരിക്കും. ചിലപ്പോൾ ഇന്ത്യ മുന്നണി വരാൻ സാധ്യതയുണ്ട്. എങ്കിലും ഒരു കുടുംബ രാഷ്ട്രീയം ഇവിടെ വരാൻ സാധ്യത കുറവാണ്. ഇന്ത്യ മുന്നണി വന്നാലും രാഹുൽ ഗാന്ധി ഒന്നും പ്രധാനമന്ത്രി ആവുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. ഇനി പാടായിരിക്കും. നെഹ്റു കുടുംബത്തിൽ ഉണ്ടാകാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്?
കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ രംഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് സാന്നിധ്യം കുറവാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും BJP ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇനിയിപ്പം തിരിച്ച് കോൺഗ്രസ് വരാൻ വലിയ പാടായിരിക്കും. അത് വീണ്ടും മോദി ഗവൺമെന്റ് തന്നെ വരുമായിരിക്കും തീർച്ചയായിട്ടും. നെഹ്റു കുടുംബത്തിൽ നിന്ന് ഇനി ഒരു പ്രധാനമന്ത്രി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും അതാരെയാണ് അങ്ങനെ കാണുന്നത്? രാഹുൽ ഗാന്ധി തന്നെ. അപ്പൊ ഇന്ത്യ മുന്നണി സഖ്യത്തിൽ വരുവാണെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കും കോൺഗ്രസിനായിരിക്കും മുൻതൂക്കം. രാഹുൽ ഗാന്ധി തന്നെ തന്നെ ആയിരിക്കും. ഷെൽഡ് പറയുന്നുണ്ട് അദ്ദേഹത്തിന് അതിനുള്ള മെച്ചൂരിറ്റി വന്നിട്ടില്ല, അതുകൊണ്ട് ഇന്ത്യ മുന്നണിയിൽ വേറെ ആരെങ്കിലും ആയിരിക്കും പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അങ്ങനെ അല്ല, ജനങ്ങളിൽ ഇറങ്ങി തിരിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പഠിച്ച് ഏതൊരു മേഖലയിലും മനോഹരമായിട്ട് തന്നെ പുള്ളി അദ്ദേഹം ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് താഴെത്തട്ടിലുള്ള അംഗങ്ങളിലെല്ലാം അവരെ വിഷമങ്ങളും ദുഃഖങ്ങളെല്ലാം പഠിച്ച് നല്ലൊരു നേതാവാണ് പുള്ളി. നമ്മൾ ഈ കേരളത്തിൽ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് സുതാര്യമായിട്ട് ജീവിക്കണമെങ്കിൽ ഈ കോൺഗ്രസ് സർക്കാർ തന്നെ ഭരണത്തിൽ വരണമെന്നുള്ളതാണ്. നെഹ്റു കുടുംബത്തിൽ നിന്ന് 3 പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നല്ലോ. ജവഹർലാൽ നെഹ്റു ആയാലും ഇന്ദിരാഗാന്ധി ആയാലും രാജീവ് ഗാന്ധി ആയാലും. അതിനുശേഷം ഒരു പ്രധാനമന്ത്രി ആ കുടുംബത്തിൽ നിന്ന് ഉണ്ടാകുമോ? ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കും. ആരെയാണത്? പ്രതീക്ഷയുണ്ട്. തീർച്ചയായും പ്രതീക്ഷയുണ്ട്. രാഹുൽ ഗാന്ധി ഈ ഇലക്ഷനിലാണ് കുറെ കാലം അദ്ദേഹം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയൊന്നും പ്രതീക്ഷിച്ചില്ല, പക്ഷെ ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ 3 പേർക്ക് ശേഷം നെഹ്റു കുടുംബത്തിൽ പ്രധാനമന്ത്രി ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വാസം. തീർച്ചയായിട്ടും വരാനും വരാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ഒരു ആഗ്രഹം എന്താണ്? ആര് വന്നിട്ട് എന്താ ചേട്ടാ, ഞാനൊരു ഓട്ടോറിക്ഷക്കാരനാണ്. ഞാൻ ഇറങ്ങിപ്പോയെങ്കിൽ എൻ്റെ കുടുംബം കഴിയത്തുള്ളൂ. ഇപ്പൊ ചേട്ടൻ്റെ പേരെന്താ? സനിൽ. സനിൽ ചേട്ടൻ പോവാതെ ചേട്ടൻ്റെ കുടുംബം കഴിയും. അതുപോലെ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് നമ്മൾ ഇതിനകത്തൊക്കെ ഉൾപ്പെടുന്ന വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയിൽ ഞാൻ വോട്ടിട്ടില്ല ഇപ്രാവശ്യം. എന്തിനാ വോട്ടിടണ്ട? വോട്ടിട്ടില്ല. എന്തിനാ വോട്ടിട? നല്ലൊരു ഭരണമുണ്ട്. ഇല്ല, വോട്ടിട്ടിട്ടും കാര്യമില്ല. കേന്ദ്രത്തിൽ ആര് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ആഗ്രഹമില്ല. ഒരാഗ്രഹമില്ല. ആര് വന്നിട്ട് ഒരു പ്രയോജനമില്ല. കേരളത്തിലായാലും എന്തുകൊണ്ട് ആര് വന്നിട്ട് ഒരു പ്രയോജനമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോട് മൂന്നില്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് തന്നെ, പക്ഷെ നല്ലൊരു ഭരണമില്ല. ഭരണമല്ല കാഴ്ചവെക്കുന്നത്. കേരളത്തിലായാലും എവിടെയായാലും. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം വോട്ടും ചെയ്തിട്ടില്ല. ആവശ്യമില്ലാന്ന് തോന്നി, ചെയ്തില്ല. പോളിംഗ് സ്റ്റേഷനുകളിലും അതായത് ഇവിടെ BJP ഗവൺമെന്റിന്റെ സ്വാധീനം ഇല്ലാതെ തന്നെ യാഥാർത്ഥ്യത്തിലുള്ള ഒരു ഇലക്ഷനാണ് നേരിട്ടെങ്കിൽ തീർച്ചയായിട്ടും മോദി ഗവൺമെന്റ് താഴെ ഇറങ്ങുമെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിലും നമ്മൾ പല സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ കാണുന്ന ഓരോ വാർത്തകൾ കണ്ടിട്ട് നമുക്ക് ഭയമാണ് വരുന്നത്. കാര്യം ഇനിയും ഈ നമ്മളെ ഇവിടെ മോദി ഗവൺമെന്റ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇനി നമ്മളൊരു ഇലക്ഷനെ നേരിടേണ്ടി വരില്ല. ഒരു ഏകാധിപത്യ ഭരണം ഇവിടെ നേരിടുകയും രാജ്യം മുഴുവൻ കലാപത്തിലാണ്ട് ഈ രാജ്യം തന്നെ നശിച്ചു പോകുമെന്നുള്ള യഥാർത്ഥ സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞ് എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ഇന്ത്യ മുന്നണിയാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ജനങ്ങൾ മുഴുവനും. ആ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്തു. അതനുസരിച്ച് വോട്ട് ചെയ്യുകയും ചെയ്തു. ആദ്യം പറഞ്ഞ സമയത്ത് ഇപ്പൊ വോട്ട് കറക്റ്റ് ആയിട്ടാണ് വീഴുന്നുള്ളത്, അല്ലെങ്കിൽ BJPയുടെ ഗവൺമെന്റ് സ്വാധീനം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ വോട്ടിംഗ് മെഷീൻ ടാമ്പറിംഗ് നടന്നിട്ടുണ്ടെന്നാണ്. വോട്ടിംഗ് മെഷീൻ ടാമ്പറിംഗ് നമ്മൾ കേരളത്തിലും അതല്ലെങ്കിൽ നമ്മളെ വടക്കേ ഇന്ത്യ കേരളത്തിലും അല്ലെ തമിഴ്നാട്ടിലും അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ ഒഴികെ വടക്കേ ഇന്ത്യയിലൊക്കെ തീർച്ചയായിട്ടും വോട്ടിൻ ബാങ്കിലേക്ക് പോകുന്നവര് അവരുടെ കയ്യിൽ മഷിയടിച്ചിട്ട് അതല്ലെങ്കിൽ സ്വാധീനമുള്ളവർ വോട്ട് ചെയ്യുന്ന ഓരോ വീഡിയോകളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലാണ് ഒരു ഇലക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും മോദി തന്നെ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതല്ല, നിഷ്പക്ഷമായ ഒരു നിലപാടാണ്, അല്ലെ നിഷ്പക്ഷമായ ഒരു വോട്ടെടുപ്പാണ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജനങ്ങൾ അത് വിലയിരുത്തിയിട്ടുണ്ട്. തീർച്ചയായും ഈ മോദി ഗവൺമെന്റ് താഴെ ഇറക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളും വോട്ട് ചെയ്തിട്ടുള്ള യഥാർത്ഥ സത്യമാണത്. പക്ഷേ അത് തീർച്ചയായിട്ടും പാറ്റേണുകളിലും അതല്ലെങ്കിൽ നമ്മളെ പോളിംഗ് ബൂത്തുകളിലും അതല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനുകളിലും മറ്റ് ഉടായ്പകൾ നടന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരികയും അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ആകണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നടന്നിട്ടുണ്ട് വിശ്വസിക്കുന്നുണ്ട്. കാര്യം നമ്മളെ കേരളത്തിൽ തന്നെ ഇലക്ഷൻ നടന്നപ്പോഴും തൃശ്ശൂരും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും രണ്ടിടത്തും നമ്മൾ പല വോട്ടുകൾ ചെയ്തപ്പോഴും അത് താമരയ്ക്ക് പോയി വീഴുകയും അവിടെ മിഷൻ മാറ്റുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. തീർച്ചയായിട്ടും ക്യാമ്പറിംഗ് നടന്നിട്ടുണ്ടെന്നുള്ള സത്യം അതിപ്പം ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ പറയാൻ പറ്റൂ. ഇലക്ഷൻ വരുമ്പോൾ അവർ പറയുന്നതിലൂടെ 400 സീറ്റ് മേടിച്ച് അവർ അധികാരത്തിൽ കയറുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്യാമ്പറിംഗ് നടന്നിട്ടുണ്ടെന്നുള്ള സത്യമാണ്. ഇന്ത്യ മുന്നണിയിലെ രാഹുൽ ഗാന്ധി. നെഹ്റു കുടുംബത്തിൽ പ്രധാനമന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ അത് രാഹുൽ ഗാന്ധി ആയിരിക്കും.
വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയെങ്കിലും ആരാ പ്രതീക്ഷിക്കുന്നത്? രാഹുൽ ഗാന്ധി. പ്രിയങ്ക ഗാന്ധി പ്രതീക്ഷയില്ല, അതുകൊണ്ടാണോ?